സോ മെയിൽ കണ്ടസ്റ്റൻസ് എവിടെ വഴക്കിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് പോയി വലിഞ്ഞു കയറി ചെന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആട്ട് വാങ്ങിയിട്ട് മെയിൽ കണ്ടസ്റ്റൻസ് ഫീമെയിൽസിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. തുടക്കം മുതൽ അതൊക്കെ തന്നെയായിരുന്നു, പലതും ചീറ്റിപ്പോയി. ഇപ്പോൾ വീണ്ടും ആ ഒരു കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മുതൽ നമ്മുടെ അക്ബർ ഖാനുമായിട്ട് ഏറ്റുമുട്ടി അതിനിടയിൽ പോയി അനാവശ്യമായിട്ടുള്ള ഒരു ടോക്ക് സംസാരിച്ചതാണ് ലക്ഷ്മിക്ക് ഏറ്റവും നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള കാരണമുണ്ടായത്. നമ്മുടെ ആതിര നോറയ്ക്കെതിരെ ഒരു കാരണവുമില്ലാതെ അക്ബർ ഖാനുമായിട്ടുള്ള വാക്കുതർക്കത്തിൽ അവരെ അതിനകത്തേക്ക് വലിച്ചിഴച്ച് അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വലിയൊരു നെഗറ്റീവ് ഉണ്ടാക്കി. അതുപോലെ തന്നെ മസ്താനിയുടെ ടോപ്പിക്ക് കയറി പിടിച്ച് നമ്മുടെ ഒനീലിനെതിരെ സംസാരിക്കാൻ പോയി, അതും ലക്ഷ്മിക്ക് തിരിച്ചടി തന്നെയായിരുന്നു. ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ സംസാരിക്കണം, പുറത്തുനിന്ന് എന്തോ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞതുപോലെ LGBTQ-വിനെതിരെ സംസാരിക്കണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ സംസാരിച്ച് മാസ് ഡയലോഗുകളൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് മാസ് പരിവേഷം കിട്ടും. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു PR ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. അതിന്റെയൊക്കെ ഒരു പിൻബലത്തിലായിരിക്കാം ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ഇതുപോലെയുള്ള പ്രവർത്തികൾ ലക്ഷ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറച്ച് ഡയലോഗുകളൊക്കെ ഇട്ട് കുറച്ച് മാസ് പരിവേഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടന്റുകളൊക്കെ എടുത്ത് ഈ PR ടീമുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലക്കിക്കൊള്ളുമല്ലോ. സോ തുടക്കം മുതൽ ഈ ഒരു പരിപാടികളെല്ലാം മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ ഒരു പുരുഷ വിദ്വേഷം വെച്ച് നടത്തുന്ന പരിപാടികളെല്ലാം ചീറ്റിപ്പോയി. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും അത് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തി. പിന്നീട് വയ്യ ഒന്ന് ഒതുങ്ങി നിന്നെങ്കിൽ പിന്നീട് വീട്ടുകാരും അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം തനിക്ക് കുറച്ച് സപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇപ്പോൾ സപ്പോർട്ട് നിലവിൽ കിട്ടുന്ന നമ്മുടെ ഷാനവാസിനും അതുപോലെ തന്നെ അനീഷിനും എതിരെ എന്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് വഴക്കുകൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലക്ഷ്മി അതിനുള്ളിൽ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി 2 കമന്റ്സ് പാസ് ചെയ്ത് കഴിയും. അതിനെ വള്ളി പിടിച്ച് മറ്റുള്ളവരും സംസാരിക്കും. എങ്ങനെയെങ്കിലും തന്റെ ഒരു പ്രസൻസ് ലക്ഷ്മി അവിടെ അറിയിച്ചിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല. ആ വഴക്കിന്റെ ഒരു പാർട്ടാകാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസാകാമെന്ന് കരുതി അതിന്റെ ഇടയിൽ പോയി 2 കമന്റ്സ് പാസ് ചെയ്തിട്ട് ആൾ വിട്ടുപോകും. പിന്നെ അവിടെ നിൽക്കത്തില്ല. അത് പിന്നെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും പെട്ടുപോകുന്നത്. ഇന്നലെ നമ്മുടെ ബിന്നിയുടെ ആ ഒരു ഇഷ്യൂവിൽ ലക്ഷ്മി കുറച്ചു നേരം അവിടെ പെട്ടുപോയി. അവിടെ കമന്റ്സ് പാസ് ചെയ്തിട്ട് പോകാൻ പറ്റിയില്ല. ഷാനവാസുമായിട്ട് കുറച്ചു നേരം അവിടെ ആർഗ്യുമെന്റ്സ് നടത്തി നിൽക്കേണ്ടി വന്നു. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്മി ഒന്നും പറയത്തില്ല. പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, വിളിക്കരുത് എന്നല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു സംസാരമോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ നിലപാടുകളോ ഒന്നും അധികമൊന്നും ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാറില്ല. സോ ഈ ഒരു സീസണിൽ ഇപ്പോൾ പയ്യെ വീണ്ടും ആ തുടക്കം ലക്ഷ്മി എങ്ങനെയായിരുന്നു ആണുങ്ങൾക്കെതിരായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസിനെതിരായിട്ട് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഫെമിനിസ്റ്റ് രീതിയിലേക്ക് വന്ന് സ്ത്രീവിരുദ്ധത സംസാരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ മെയിൽ കണ്ടസ്റ്റൻസിനെ ട്രിഗർ ചെയ്ത് അവരെന്തെങ്കിലും വഴക്കിനിടയിൽ പോയി കഴിയുമ്പോൾ കാര്യം പോലും മനസ്സിലാക്കാതെ അതിനകത്ത് പോയി അവരെ ചൊറിയുക, ഇതാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന ഹോബി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ നിന്നെല്ലാം പോയിട്ട് അവരുടെ വായിലിരിക്കുന്നതെല്ലാം വലിച്ചു വാരി കേൾക്കും. എന്നിട്ട് സ്ത്രീവിരുദ്ധത സംസാരിച്ചു, വീട്ടിലിരിക്കുന്നവരെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങും. ഇത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നതാണ് എന്നൊന്നും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും പുറത്ത് നമ്മുടെ LGBTQ-നെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ LGBTQ-നെതിരെ നിൽക്കുന്നവരെ കണ്ടമാനം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. അതൊക്കെ വെറുതെയാണെന്ന് നമ്മുടെ ഈ ഒരു ഫാമിലി റൗണ്ട് നടക്കുന്ന സമയത്ത് ആദില നൂറയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ വിവരമുള്ളവർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വെറും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്തത് മാത്രമാണ്, അല്ലാതെ ലക്ഷ്മി ഒന്നും അവർക്കെതിരെ ഒന്നും അല്ല എന്നുള്ള കാര്യം നല്ല വ്യക്തമാണ്. സോ കംപ്ലീറ്റ്ലി ഒരു വോട്ട് കിട്ടാൻ വേണ്ടി പുറത്തു നിന്നൊക്കെ ആരൊക്കെയോ ക്ലാസ് എടുത്തു കൊടുത്ത സംഭവങ്ങളും കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ ചെവിയിൽ ഓതി വിട്ടിട്ടുണ്ട്. അത് ഓരോ സമയത്തും ആവശ്യമില്ലാത്ത സമയത്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി. എന്താണെങ്കിലും എല്ലാ വഴക്കിനിടയിലും പോയി അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാവരുടെയും വായിലിരിക്കുന്ന എല്ലാ ആട്ടും കേട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നതാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഇതാണ് ലക്ഷ്മിയുടെ കണ്ടന്റ് എന്ന് പറയുന്നതും ഈ ലക്ഷ്മിക്ക് ആരാണ് വോട്ട് ചെയ്യുന്നതെന്നും ആരാണ് അവിടെ പിടിച്ചു നിർത്തുന്നതെന്നും മാത്രം ഇതുവരെയും പിടികിട്ടുന്നില്ല. ലക്ഷ്മി ഈ പറയുന്നത് പോലെ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരായി നിൽക്കുന്ന ആളുകളുടെ വോട്ടും അതുപോലെ തന്നെ PR ഏജൻസിയുടെ സപ്പോർട്ടിന്റെ പിൻബലത്തിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പ്രേക്ഷകർക്കെല്ലാം ഒരു സംശയമില്ലാത്ത
വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുക. ഒരു കണ്ടന്റും കൊടുക്കാതെ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള എന്റർടൈൻമെന്റും നൽകാതെ പ്രത്യേകിച്ച് ടാസ്കുകളിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന ഒരാളെയൊക്കെ എന്തിനാണ് അവിടെ നിർത്തുന്നത്? കണ്ടന്റുകൾ കൊടുക്കുന്ന, മികച്ച പെർഫോമൻസുകൾ നടത്തുന്ന, അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്ന, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരെല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എവിറ്റ് ചെയ്ത് വോട്ട് കിട്ടാതെ. സോ PR വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം നിലനിന്ന് പോകുന്നു. നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ പുറത്തേക്ക് പോകുന്നു. ഇതുപോലെ ഒരു നിലവാരമില്ലാത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നു. സോ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊക്കെ തീരുമാനിക്കുക. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ്. അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാകാതെ ഇരിക്കുക. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.